ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷയുടെ സന്ദേശവുമായി കോഴിക്കോട് ബീച്ചിൽ രാത്രി ഉത്സവം. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമത്തെ പ്രതിരോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു. ടൂറിസം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന നയമാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷയുടെ സന്ദേശവുമായി കോഴിക്കോട് ബീച്ചിൽ രാത്രി ഉത്സവം സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പ്രത്യേക അവബോധ ക്യാമ്പയിന്റെ പ്രചരണാർത്ഥമാണ് രാത്രി ഉത്സവം സംഘടിപ്പിച്ചത്. പരിപാടി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് രാത്രിയാത്ര എത്രത്തോളം സുരക്ഷിതമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയാത്ര സംബന്ധിച്ചിട്ടുള്ള സെമിനാറും അതോടനുബന്ധിച്ചിട്ടുള്ള സ്ത്രീകളുടെ രാത്രി ഉത്സവം എന്ന പേരിലുള്ള പരിപാടിയും വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കമ്മീഷൻ അംഗങ്ങളായ ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ, റിസർച്ച് ഓഫീസർ AR അർച്ചന, ലോ ഓഫീസർ K. ചന്ദ്രശോഭ, ക്രിസ്ത്യൻ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ PR അനുരാധ, ലോ കോളേജ് അധ്യാപകൻ ബിനീഷ്, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനു ശേഷം രാത്രിയാത്രാ സുരക്ഷാ പ്രതിജ്ഞയും മെഴുകുതിരി തെളിയിക്കലും നടന്നു. വിവിധ കലാകാരന്മാരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫറോക്കിൽ സ്വീകരണം നൽകി. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുമെന്ന് ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ പറഞ്ഞു. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫറോക്കിൽ സ്വീകരണമൊരുക്കി. ഫറോക്ക് പുതിയപാലം ജംഗ്ഷനിൽ എത്തിയ ജാഥയെ ആനയിച്ച് ബാൻഡ് വാദ്യമേളങ്ങളോടെ സ്വീകരണ സമ്മേളന വേദിയായ പൂതേരി ഗ്രൗണ്ടിലെത്തിച്ചു. പാതയോരത്ത് LDF മേഖലാ കമ്മിറ്റികൾ വിവിധ കലാരൂപങ്ങളുമായി ജാഥയെ വരവേറ്റു. ജാഥ ക്യാപ്റ്റൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സ്വീകരിച്ച് ആനയിച്ചു. RSS സംഘപരിവാർ ശക്തികളും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളം ഉണ്ടാകില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സംഘാടകരെല്ലാം അനുഭവപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജനകീയമായ ഒഴുക്ക്. ഇവിടെ ഞങ്ങൾ ജാതിയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു വരുമ്പോൾ ഇതിനേക്കാൾ ആളുകൾ പുറത്താണ്. നിങ്ങൾ ഇന്നലെ കാണുന്നത് ഞങ്ങൾ രണ്ടും കണ്ടു. നിങ്ങൾ നേരത്തെ ഇവിടെ യോഗം തുടങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ആനയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ആ അല്ല ഒരിയുന്ന വെയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു
മൂന്നാം ഘട്ട തുടർച്ച വേണമെന്നാണ് ഇവരുടെ മനസ്സിൽ. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. ജാഥ അംഗങ്ങളായ മനയത്ത് ചന്ദ്രൻ, KS സലീഖ, PP ദിവാകരൻ, LDF മണ്ഡലം കൺവീനർ T രാധാഗോപി, VKC മുഹമ്മദ് കോയ, മുരളി മുണ്ടേങ്ങാട്ട്, ബാദുഷ കടലുണ്ടി എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു ഡോക്ടർ KS പ്രഭാവതിയുടെ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു പറഞ്ഞു. നിസാര കാരണങ്ങൾക്ക് വരെ വിവാഹമോചന ഹർജികളുമായി എത്തുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം മുൻ മേധാവി ഡോക്ടർ KS പ്രഭാവതി എഴുതിയ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ഫാമിലി കോടതിയുടെ ഒരു അവസ്ഥ, അഡ്വക്കേറ്റ് അംബികയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോടതിയിൽ ഒരു ദിവസം ഒരു ആവറേജ് 1 ഡസൻ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് മാല അങ്ങോട്ടും താലി ഇങ്ങോട്ടും എന്തൊക്കെയോ കിട്ടുമല്ലോ. ഈ സാധനത്തിന് അവിടെ ഒരു ഫീസൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇനി ഇവിടെ ഫീസ് അടയ്ക്കണം, ഒന്ന് കയറി നിൽക്കുകയാണ്. അതേപോലെ ഒരു കൂട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവര് കല്യാണം കഴിക്കാൻ വേണ്ടി കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഞങ്ങൾ കല്യാണം പിരിച്ചുവിടാൻ വേണ്ടി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം മേധാവിയായ ഡോക്ടർ VP ജിത്തു പുസ്തകം ഏറ്റുവാങ്ങി. കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലബാർ മെഡിക്കൽ കോളേജിലെ എമിറേറ്റ്സ് പ്രൊഫസർ ഡോക്ടർ AM കുഞ്ഞിക്കോയാമോ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റോഷൻ ബിജിലി പുസ്തക പരിചയം നടത്തി. ഡോക്ടർ C അജിത, അഡ്വക്കേറ്റ് AC അംബിക, ഡോക്ടർ TP മോഹനൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ സ്വാഗതവും ഡോക്ടർ KS പ്രഭാവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ടൂറിസം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന നയമാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ബേപ്പൂരിനെ അന്താരാഷ്ട്ര മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായുള്ള പ്രഖ്യാപനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആസൂത്രിത ജനകീയ ടൂറിസം സാധ്യമാക്കുന്നതിലൂടെ കരകൗശല ഉൽപ്പന്നങ്ങൾ, ഭക്ഷണം, പരമ്പരാഗത വ്യവസായ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും ഇതിലൂടെ ഏറ്റവും സാധാരണ ജനവിഭാഗങ്ങൾക്ക് ടൂറിസത്തിന്റെ ഗുണം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെ വേദിയായി മലബാർ മാറുമ്പോൾ അതിൽ ബേപ്പൂരിനും പ്രധാന പങ്ക് വഹിക്കാനാകും എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനം. അങ്ങനെ പുറത്തുനിന്ന് വന്നവർക്ക് നമ്മുടെ നാടിനെ ഏറ്റവും മനോഹരമായി നമുക്ക് പരിചയപ്പെടുത്താനാകും. ബേപ്പൂരിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ വിദേശ സഞ്ചാരികൾ വന്നതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടൂർ ട്രിപ്പുകളിലെ ഒരു ഡെസ്റ്റിനേഷനായി ബേപ്പൂർ മാറിയിരിക്കുകയാണ് എന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ബേപ്പൂരിൽ ഒരു ടൂറിസം സർക്യൂട്ട് സാധ്യമാക്കും എന്നതായിരുന്നു ഇവിടെ ടൂറിസം മേഖലയിലുള്ളവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അത് യഥാർത്ഥത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നു. ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിച്ചു എന്ന് മാത്രമല്ല, സാധാരണ ജനതയുടെ വരുമാന മാർഗമായി കൂടി അതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതവും സമത്വപരവുമായ വിനോദസഞ്ചാര പരിസരം സൃഷ്ടിക്കാനുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത കാണിക്കുന്ന ജെൻഡർ ഇൻക്ലൂസീവ് പോളിസി ഡോക്യുമെന്റ് UN വിമൻ ഇന്ത്യ കൺട്രി റെപ്രസെന്റേറ്റീവ് കാന്ത സിംഗ് മന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്തു. മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. രാജീവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O. ഭക്തവത്സലൻ, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ഷഹർബാൻ, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നാൽ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കലാണെന്ന് നടൻ ജോയ് മാത്യു. ചോയ്ക്കുട്ടി സ്മാരക അവാർഡ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച ഫോട്ടോഗ്രാഫറായിരുന്നു ചോയ്ക്കുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചോയ്ക്കുട്ടി സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ചോയ്ക്കുട്ടി സ്മാരക വാർത്താചിത്ര പുരസ്കാരം മലയാള മനോരമ കൊല്ലം ബ്യൂറോയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജ് മട്ടാഞ്ചേരിയിലൻ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ജോയ് മാത്യു. വളരെ കുറച്ച് സംസാരിക്കുന്ന, വളരെ മൃദുല പ്രകൃതിയായ ഒരു മനുഷ്യൻ. പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തതൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഫോട്ടോ എടുത്തൊക്കെ പറയും, പിന്നെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്തൊക്കെ പറയും. ഏറ്റവും സവിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോയ്ക്കുട്ടിയേട്ടൻ ഈ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ തിരുവോരങ്ങളുടെ മനുഷ്യർ, യാചകര്, അതേപോലെ രാഷ്ട്രീയപരമായി വ്യത്യസ്തത പുലർത്തുന്ന, അങ്ങനെ മറ്റുള്ള പ്രഖ്യാത ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നാത്ത തോന്നലുകളുള്ള അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതകളിലാണ് ചോയ്ക്കുട്ടിയുടെ ക്യാമറ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. പി. അഭിജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ R. മോഹനൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് PP അബൂബക്കർ, മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് P. പീതാംബരൻ, ഫോട്ടോഗ്രാഫർമാരായ MT വിദുരാജ്, KV ശ്രീജേഷ്, പത്രപ്രവർത്തക A. ധന്യ, ചോയ്ക്കുട്ടിയുടെ മക്കളായ C. ഷനോജ്, C. രേഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ നേതൃയോഗം കോഴിക്കോട് നടന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനമാണ്. മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യൽ, സമഗ്ര വികസനം തടയൽ, ധൂർത്ത്, അഴിമതി, പൊതുസമ്പത്ത് അപഹരിക്കൽ, വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും അരക്ഷിതാവസ്ഥ തുടങ്ങിയവ ഇല്ലാതാക്കാൻ പുതിയ ശക്തിക്ക് തുടക്കം കുറിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. പാർട്ടിയുടെ ജില്ലാ നേതൃയോഗം കോഴിക്കോട്ട് നടന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ നേതൃയോഗത്തിൽ അറിയിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില നിലവാരം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് പെട്രോളിനായാലും ഡീസലിനായാലും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ കിട്ടുന്നില്ല. അത്ര ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥക്കെതിരെ ഏത് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ശരി, കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഏത് പാർട്ടി കേന്ദ്രത്തിൽ ഭരിച്ചാലും ശരി, കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യം. മറിച്ച് രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ അവരുമായിട്ട് അടിപിടി കൂടി നമുക്ക് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. പട്ടിണിയും പരവട്ടവുമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരെ സംരക്ഷിക്കുവാനോ അവർക്ക് വേണ്ടിയുള്ള ഒരു വികസന പന്താവ് മുന്നോട്ട് നയിക്കാനോ
ഇത്രയും കാലങ്ങളായിട്ട് കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ്. കോഴിക്കോട് നളന്തയിൽ വെച്ച് നടന്ന ജില്ലാ നേതൃയോഗത്തിൽ ലുക്കുമാൻ CN, രാജൻ ഗുരുക്കൾ, ഗീക ജിനേഷ്, അശ്വതി ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി LIC ജീവനക്കാരും ഏജന്റുമാരും പ്രകടനം നടത്തി. മനാഞ്ചിറ LIC പരിസരത്ത് നടന്ന പരിപാടിയിൽ EMF വർക്കിംഗ് കമ്മിറ്റി അംഗം U പ്രദീപൻ സംസാരിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, LICയിൽ ക്ലാസ് 3-4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 100% വർദ്ധിപ്പിച്ച യൂണിയൻ സർക്കാർ നടപടി പിൻവലിക്കുക, LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തുക, LICയുടെ തുടർ ഓഹരി വിൽപ്പന ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LIC ജീവനക്കാരും ഏജന്റുമാരും ഫെബ്രുവരി 12 പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പണിമുടക്കിന് മുന്നോടിയായി LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാരും ഏജന്റുമാരും പ്രകടനം നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടന്നത്. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പ്രകടനത്തിന് AD പൂർണിമ, R അർജുൻ, TC ബസന്ത് എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷത വഹിച്ചു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി അംഗം TK വിശ്വൻ, LIC PA കോഴിക്കോട് ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി KM ശ്രീനിവാസൻ, സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ U പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂർ പെരവച്ചേരി GUP സ്കൂളിന്റെ ഡെന്റൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് E സുജാത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ പെരവച്ചേരി GLP സ്കൂൾ PTA കമ്മിറ്റിയുടെയും കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡെന്റൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സുജാത ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ സാർ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ഉപയോഗപ്പെടുത്തുക. പരമാവധി ആളുകൾ പങ്കെടുത്തത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊച്ചുകുട്ടികളൊക്കെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് പല്ല് സംരക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള നല്ലൊരു ക്യാമ്പായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സിനി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ T ഗിരീഷ് കുമാർ, VK ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നീതു ജനാർദ്ദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതുപോലെ നമ്മുടെ നാട്ടിലും നായകന്മാരായ സൂപ്പർ ഹീറോസായ പല്ലുകൾക്കൊപ്പം വില്ലന്മാരായ ബാക്ടീരിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ കീടാണുക്കൾ ഉണ്ടാവും. ഇതെങ്ങനെ വരിക? അതിനെങ്ങനെ വലിയ കീടാണുക്കൾ എന്താ പറയുക? എത്ര പേര് മുട്ടായി കാണാൻ? കോഴിക്കോട് ഡെന്റൽ കോളേജിലെ ഡോക്ടർമാരായ അശ്വതി അശോക്, SP ഐശ്വര്യ എന്നിവർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. 69ാമത് സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. കോഴിക്കോട് ബോക്സിംഗ് അസോസിയേഷനാണ് സ്വീകരണമൊരുക്കിയത്.
69ാമത് നാഷണൽ സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ഖേലോ ഇന്ത്യ ബോക്സിംഗ് ടീമിലെ താരങ്ങളെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ കേരള സ്കൂൾ ടീം 1 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും നേടി. കോഴിക്കോട് ബോക്സിംഗ് അസോസിയേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ സെക്രട്ടറി നിഖിൽ ഘോഷ്, ഖേലോ ഇന്ത്യ ബോക്സിംഗ് കോച്ച് പ്രബീഷ്, അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ താരങ്ങളായ ഋഷി ദേവ്, നിസാം, ധ്രുപദ്, അഹ്നാഫ്, സഫാൻ, അഞ്ചൽ, ഷിഫാന എന്നിവരെ മാലയിട്ട് സ്വീകരിച്ചു. ബംഗളൂരു ജാലഹള്ളി സെന്റ് ക്ലാരറ്റ് PU കോളേജിൽ ഫെബ്രുവരി 4 മുതൽ 9 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷയുടെ സന്ദേശവുമായി കോഴിക്കോട് ബീച്ചിൽ രാത്രി ഉത്സവം. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമത്തെ പ്രതിരോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു. ടൂറിസം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന നയമാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.